ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കോഡ് സെറ്റ്. കോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു കോഡ് സെറ്റ് അല്ല, ഇപ്പൊ നല്ല ഫാഷൻ, നല്ല മോഡലിംഗ് ആയിട്ടുള്ള കോഡ് സെറ്റ് ഒക്കെ നല്ല അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരേ പാറ്റേണിലുള്ള പല കോഡ് സെറ്റ് ആയിരിക്കും കാണിക്കാറ്. ഇത്തവണ അങ്ങനെയല്ല, ഒരുപാട് പല ടൈപ്പിലാണ് ഞാൻ കോഡ് സെറ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഷാൽ മെഹത്ത. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എൻ്റെ ടൈറ്റിൽ ഒത്തിരി പേര് രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക് യു. യശാൽ മെഹത്ത ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ വന്നതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാ പിക്ചർ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് പാൻറ് കാണാം. നല്ല മെറ്റീരിയൽ, ഭയങ്കര എന്താ പറയാ, നമ്മുടെ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും, നല്ല സുഖിച്ചിരിക്കാന്ന് പറയില്ലേ, ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് മെറ്റീരിയൽ. പോക്കറ്റ്സ് ഓക്കെ, പോക്കറ്റും ഉണ്ട്. നല്ല പോക്കറ്റ് ഒക്കെ കൊടുത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല എന്താ പറയാ, അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ്. അതേപോലെ തന്നെ ഒരു ടീഷർട്ട് സ്ലീവ്, ചെറിയ ഷോർട്ട് സ്ലീവ് ആണ്, റൗണ്ട് നെക്ക് ആണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ലീവും ഒരു ടീഷർട്ടും. നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല എന്താ പറയാ, നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബനിയൻ ക്ലോത്ത് ആണെന്ന് മനസ്സിലായി, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് 500 ആണ് കേട്ടോ. ഇപ്പൊ ഒരു കോഡ് സെറ്റിന് എന്തായാലും 1700, 800 ഒക്കെ 500 റുപ്പീസ് ആണ് കേട്ടോ ഈ ഒരു കോഡ് സെറ്റിന്. പിന്നെ പറയാനുള്ള ഒരുപാട് കളേഴ്സ് ഇതിന്റെ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രേ, അതുപോലെ തന്നെ മെറൂൺ, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിന് അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യും, ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. സ്മോൾ തൊട്ടിട്ട് XXL വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ പറയാൻ എന്താന്ന് വെച്ചാൽ ഇതിന്റെ XL സൈസ് മാത്രം അവൈലബിൾ അല്ല. ആ സൈസിലും മാത്രം ഇത് മേടിക്കേണ്ട, ബാക്കി എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ്. എന്നിട്ട് ഒരു ട്രാക്ക് പാന്റ് പോലെയാണ് കേട്ടോ, ലൂസിൽ ഒരു പലാസോ ടൈപ്പ്, എന്താ പറയാ, അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരു ട്രാക്ക് പാന്റ് ആണ് ഇത് ഉദ്ദേശിച്ചത്. പിന്നെ അത് കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഇത് പ്യുവർ കോട്ടൺ അല്ല. അത് എനിക്ക് തോന്നുന്നു കോട്ടൺ ബ്ലെൻഡോ സംതിങ് എന്തോ ആയിരിക്കും. ബനിയൻ ക്ലോത്ത് ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നത്. ഇതെന്താണ്, ഷോർട്ട് സ്ലീവ് ആണ്, പിന്നെ റൗണ്ട് നെക്ക് ആണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് സൈഡിൽ കാണിക്കാട്ടോ, ഏതാന്ന് നോക്കാട്ടോ. ഇതും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു വേറൊരു ടൈപ്പ് കോഡ് സെറ്റിന്റെ പല ടൈപ്പിൽ വരുന്ന ഒരു ടൈപ്പ്. ഇത് ഒരുപാട് പേര് മീഷോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതായത് വി നെക്ക് ആണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവ് ആണെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്നത് വരെ എ ലൈന്, പിന്നെ ഫ്ലെയർ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, സെന്റർ പോർഷനിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല, അത് കോഡ് സെറ്റ് ആണല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഈ വൈറ്റ് ലൈനൊക്കെ എംബ്രോയിഡറി ആണ് കേട്ടോ, അതായത് സ്റ്റിച്ച് ചെയ്തതാണ്, അതൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തതാണ്, മനസ്സിലാവുമായിരിക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാന്റാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. പാന്റും നല്ല വൃത്തിയുള്ള ഒരു പാന്റും, നല്ല കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ ഒക്കെ. പിന്നെ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് പോക്കറ്റ്സ് കാണാനും. സൈസ് വന്നിട്ട് 518 രൂപയാണ്. പറയാൻ എന്താ വെച്ചാൽ അത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ്. ഇത് XS തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ ആണ്, പിങ്ക് കളർ ആണ്. എഴുതിയിട്ടുള്ളത് പർപ്പിൾ ആയിരുന്നു, അപ്പൊ ഞാൻ പിങ്ക് തന്നെയാണ് ഉറപ്പിച്ചിരുന്നത്. ഇത് പിങ്ക് ആണ് കേട്ടോ കളർ വന്നിട്ട്. അപ്പൊ ഇനി പർപ്പിൾ ആവും എന്ന് വിചാരിച്ചിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട. അത് ഈ 518 രൂപ ഇപ്പോഴത്തെ പ്രൈസ് ആണ്. ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുന്നത്തെ പ്രൈസ് ആണ്. പക്ഷെ ഇത് ഓൾറെഡി ഇതിന്റെ പ്രൈസ്, ഞാൻ മേടിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 543 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ ഈ സെയിൽ നടക്കുന്നതുകൊണ്ട് പ്രൈസ് കുറവാണ്. അപ്പൊ പെട്ടെന്ന് വാങ്ങാൻ നോക്കുക, വാങ്ങുന്നവര് പെട്ടെന്ന് വാങ്ങാം. ഇതിലൊന്നും പറയാനില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത ഡ്രസ്സ് ഏതാ നോക്കാം. ഇപ്പൊ വന്നതിൽ വെച്ചിട്ട് നല്ല ആണ്, ഒരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷേപ്പിലുള്ള കോഡ് സെറ്റ്. സൈസ് പോലെ തോന്നിയാണ്. നെക്ക് വന്നിട്ട് കോളർ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഒരു ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ കേട്ടോ. പാറ്റേൺ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലും അടിപൊളിയാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്, നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കും. പാന്റ് വന്നിട്ട്
കുറച്ചും കൂടി ലെങ്ത്തിലാണ് പാൻറ് വന്നിട്ടുള്ളത്, എന്നാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്, പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അതേ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പലാസോ പോലെയൊക്കെ നിൽക്കുന്ന ലൂസിൽ കിടക്കുന്ന ഒരു പാൻറ്റാണ്. ഇതിൽ വെച്ചിട്ട് ഏറ്റവും പ്രൈസ് കുറഞ്ഞത് ഇതിനാണ് കേട്ടോ. 449 രൂപയാണ്. മറ്റേതൊക്കെ 500 ഒക്കെ വന്നിരുന്നു, ഇതിന് 449 രൂപയാണ്. സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ്. റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്, മറ്റേതൊക്കെ കോട്ടൺ ആണ്, കോട്ടൺ ബ്ലെൻഡ് ആയിരുന്നു. ഇത് റയോൺ ആണ് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രൈസ് കുറവെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു പണി കിട്ടി, ഇതിന് ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വന്നു. 78 റുപ്പീസ് ഞാൻ ഡെലിവറി ചാർജ് കൊടുത്തു. അത് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് 458 രൂപയാണ്. വലിയ വ്യത്യാസം തോന്നുന്നില്ല. 449 രൂപയാണ് ഇപ്പോൾ, 458 രൂപക്കാണ് ഞാൻ മേടിച്ചത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ലത് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അത്യാവശ്യം വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. ആക്ച്വലി കോഡ് സെറ്റ് ആണ് കേട്ടോ. ഞാൻ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം സൗണ്ടിലാണ് നിങ്ങൾക്ക് കേൾക്കാന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇതൊരു കോഡ് സെറ്റ് ആണ്. ഇത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി ഞാൻ പറയാം കേട്ടോ. ആക്ച്വലി ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയൽ, പോളിസ്റ്റർ ആണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നൊന്നുമില്ല, എനിക്ക് തൊടുമ്പോൾ മനസ്സിലായത് പോളിസ്റ്റർ ആണെന്നാണ്. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തോ പേര് ഞാൻ ഇതവിടെ കൊടുക്കാട്ടോ, പേരെന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഇത് ഒരു പാൻറ് ഉണ്ട്, പോക്കറ്റൊക്കെ ഉള്ളൊരു നല്ല നോർമൽ പാൻറ്റാണ്. ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറെ ഫ്ലോറൽ പ്രിന്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പ് പാൻറ്റാണ്. പിന്നെ ഇതിക്ക് കുറച്ച് ബ്ലാക്ക് കളറാണ്, അതിൽ കുറെ ഫ്ലവേഴ്സ് ഒക്കെ വൈറ്റും ഓറഞ്ചും റെഡും അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സംഭവം. നല്ല വെയ്റ്റ്ലെസ്സും ആണ് കേട്ടോ. അപ്പൊ ഈസി ടു യൂസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അല്ലെങ്കിലും ഇലാസ്റ്റിക് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈസി ടു വിയർ ആയിരിക്കും. അതായത് ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്, ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്, ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സെന്ററിൽ. പിന്നെ കൈ, അതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 ആണ്, പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. പാന്റിലുള്ള അതേ പാറ്റേൺ തന്നെയാണ് ഇതിലും, ഫ്ലോറൽ പ്രിന്റഡ് ആണ്, ബ്ലാക്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തൊരു ഡിസൈൻ ആണ്. ഇതൊരു ലുക്ക് ലൈക്ക് ഒരു ഷർട്ട് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ബട്ടൺസ് ഇല്ല. പിന്നെ നേരെ പിന്നെ ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട്, അതായത് ടോപ്പില് ഫിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഫ്ലെയർ ആയിട്ട് പോകുന്ന ഒരു ടൈപ്പിലാണ്. ഇതും ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം അടിപൊളിയാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ്. ഇത് സ്മോൾ തൊട്ടിട്ട് XL വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ 410 രൂപയാണ്, അതാണല്ലോ ഹൈലൈറ്റ്. 410 രൂപയാണ്. 410 രൂപക്ക് ഉള്ള വേർത്താണ്. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ തന്നെ കുറച്ച് പോളിസ്റ്റർ ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പോളിസ്റ്റർ പോലെ തോന്നുന്നുണ്ട്. ആവാം, മേ ബി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.